അയ്യപ്പ ദർശനത്തിനു മുമ്പ് ഉരക്കുഴിയിലെ സ്നാനത്തിലൂടെ കാനനപാതയിലൂടെയുള്ള കഠിനയാത്രയുടെ ക്ഷീണം അകറ്റുകയാണ് ഭക്തർ. കുമ്പളം തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന ജലമാണ് പാറയ്ക്ക് മുകളിലൂടെ ഉരക്കുഴിയിലേക്ക് പതിക്കുന്നത്. വെള്ളം വീണ് പാറ ഉരൽ പോലെ കുഴിഞ്ഞതിനാലാണ് ഉരക്കുഴി എന്ന നാമം ലഭിച്ചത്. ഒരാൾക്ക് മുങ്ങിക്കുളിക്കാൻ പാകത്തിലാണ് പാറയിൽ കുഴി രൂപപ്പെട്ടിട്ടുള്ളത്. മഹിഷി നിഗ്രഹത്തിന് ശേഷം ശബരിമലയിലേക്കെത്തിയ അയ്യപ്പൻ ഉരക്കുഴിയിൽ സ്നാനം ചെയ്ത് ശുദ്ധി വരുത്തിയെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഇതിനെ ഗംഗയായും കരുതപ്പെടുന്നു. സർവ്വരോഗശമനമാണ് ഉരക്കുഴി സ്നാനത്തിന്റെ ഫലമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. എല്ലാ രോഗങ്ങളും മാറുന്ന രോഗശാന്തി. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കുളിച്ച് കഴിഞ്ഞാൽ ശബരിമല വന്ന എൻ്റെ എല്ലാ പുണ്യങ്ങളും കിട്ടും. രോഗശാന്തി തന്നെ കുറേ പ്രാവശ്യമായി ശബരിമല വരുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ട് അവർക്കില്ല കുളിക്കുന്നത്. വളരെ സന്തോഷം, കാരണം കോടി പുണ്യം അത്. 40 വർഷമായി വരുന്നത്, സ്ഥിരം ഇവിടെ വരുന്നുണ്ട്, കുളിക്കലുണ്ട്, നല്ല സുഖമാണ്. പാണ്ടിത്താവളത്തു നിന്നും പുല്ലുമേട്ടിലേക്കുള്ള കാനനപാത ഇടതുവശത്തേക്ക് തിരിഞ്ഞാൽ ഒറ്റയടി പാതയിലൂടെ എത്തിച്ചേരുന്നതാണ് ഉരക്കുഴി തീർത്ഥം. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.